താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം പതിവിൽ നിന്ന് വ്യത്യസ്തമായി വളരെയേറെ സമയം ദൈവസേനയിൽ ചിലവഴിക്കും വിധത്തിൽ ഒരു ചോദ്യം എന്നെ തേടിയെത്തി. ഒരു സഹോദരനിൽ നിന്ന് വളരെ വേദനയോടെ നിരാശയോടെ ഇടറുന്ന ഖണ്ഡത്തിൽ നിന്ന് ആ സഹോദരൻ്റെ ചോദ്യം പുറത്തു വന്നു. ദേവദാസനെ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. ഞാൻ ശ്രദ്ധയോടെ കേട്ടു. ആ സഹോദരൻ ചോദിക്കുകയാണ്, ഇതിനാണോ ദൈവം എന്നെ സൃഷ്ടിച്ചത്? ഇങ്ങനെ കഷ്ടത അനുഭവിച്ച്, ഇങ്ങനെ നിരാശയും വേദനയും അനുഭവിച്ച് നരകതുല്യമായ ജീവിതം ജീവിച്ച് തീർക്കുവാനാണോ ദൈവം എന്നെ സൃഷ്ടിച്ചത്? ചാട്ടുളി പോലെ ആ ചോദ്യം എൻ്റെ ഹൃദയത്തിൽ ആഞ്ഞു പതിച്ചു. കാരണം ചോദ്യകർത്താവ് മറ്റൊരാളാണെങ്കിലും ചോദ്യം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടേതുമാണ്. സഹോദരാ, സഹോദരി, ചോദിച്ചിട്ടില്ലേ? ആ തൊഴിൽ നഷ്ടപ്പെട്ട് തൊഴിലിടത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടായ സമയത്ത്, വരുമാനമില്ലാതെ കടം വാങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച ആ സമയത്ത് എത്രയോ തവണ കർത്താവേ, ഈ നരകതുല്യമായ ജീവിതം ജീവിച്ച് തീർക്കുവാനാണോ നീ എന്നെ സൃഷ്ടിച്ചത്? ഇങ്ങനെ എന്തിന് ഒരു ജീവിതം നീ എനിക്ക് തന്നു? കടം കയറി മുടിഞ്ഞിരിക്കുന്നു, പലരുടെ മുമ്പിൽ തലകുനിച്ച് വാങ്ങി വാക്ക് പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് വാ തുറക്കുവാൻ കഴിയാതെ ഊമനായി നിന്ന് ഏറ്റവും മോശം വാക്കുകൾ കേട്ട സമയം, സഹോദരി, ചൂഷകരുടെ രൂപത്തിൽ ഇന്നലകളിൽ സഹായിച്ചവർ, ഒപ്പം നിന്നവർ കഴുകൻ കണ്ണുകളോടെ നിന്നെ വേട്ടയാടിയപ്പോൾ ചോദ്യമുയർന്നില്ലേ? ദൈവമേ, ഇതിനാണോ നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബം, ഇന്ന് നേരെയാവും, നാളെ നേരെയാവും, എനിക്കൊപ്പം സന്തോഷത്തോടെ എൻ്റെ ഭർത്താവ് ജീവിക്കും, അതേ ഞാൻ ആഗ്രഹിച്ചിറങ്ങി തിരിച്ചതുപോലുള്ള ഒരു ജീവിതം എനിക്കുണ്ടാകും എന്ന് ചിന്തിച്ച് പ്രതീക്ഷയോടെ ആയിരുന്നു. ആ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ ചോദിച്ചിട്ടില്ലേ, ദൈവമേ, ഇതിനാണോ നീ എന്നെ സൃഷ്ടിച്ചത്? ഇങ്ങനെ നരകിച്ച് ജീവിക്കുവാനാണോ? ഉള്ള ആഹാരം പോലും കഴിച്ച് സന്തോഷമായി കിടന്നുറങ്ങുവാൻ കഴിയാത്തൊരവസരം, ഒരു ജീവിതം, ഈ ജീവിതമാണോ നീ എനിക്ക് തന്നത്? ഇതിനാണോ നീ എന്നെ സൃഷ്ടിച്ചത്? കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഏറുമ്പോൾ, ഭാര്യ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ, സഹോദരാ, ചോദിച്ചിട്ടില്ലേ നീ? പുറത്താരോടും പറയുവാനോ ചോദിക്കുവാനോ കഴിയാത്ത ചോദ്യം, നിന്നോട് തന്നെ ഉത്തരം കിട്ടാത്തത് കൊണ്ട് ദൈവത്തോട് ചോദിച്ച് ഉറക്കമില്ലാതെ പല വഴികളിൽ ഇറങ്ങി നടന്ന് എത്രയോ രാത്രികളിൽ മാതാവേ, പിതാവേ, ചോദ്യം ഉയർന്നിട്ടില്ലേ? ഒരുപാട് സ്വപ്നം കണ്ട്, ഒരുപാട് പ്രതീക്ഷിച്ചു മക്കളെ പഠിക്കുവാനായി അയച്ചു, പഠിച്ചു. ആ പഠനത്തിനൊത്തവണ്ണമുള്ളത് അവരുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയാതെ ആയപ്പോൾ, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയാതെ ആയപ്പോൾ ചോദിച്ചില്ലേ? പലരോടും അവരിൽ നിന്ന് മറുപടി കിട്ടാത്തത് കൊണ്ട് നിങ്ങളോടും, അവിടെയും മറുപടി ഇല്ലാത്തത് കൊണ്ട് ദൈവത്തോട് അർദ്ധരാത്രികളെ പകലുകളാക്കി ചോദിച്ചില്ലേ? മാതാവേ, ഞങ്ങൾ അനുഭവിച്ച അതേ കഷ്ടത, ഞെരുക്കം അത് തന്നെയാണോ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും? എന്തിന് കർത്താവേ നീ ഇങ്ങനെ കഷ്ടത അനുഭവിക്കുവാൻ, കഷ്ടതയുടെ കൂട്ടാളികളായി തീരുവാൻ ഞങ്ങളെ സൃഷ്ടിച്ചു? നല്ലതൊന്നും കാണുവാനോ അനുഭവിക്കുവാനോ കഴിയാത്തവരായി ഞങ്ങളെ സൃഷ്ടിച്ചു. നല്ലൊരു വീട് വയ്ക്കുവാൻ കഴിയാതെ, നല്ലൊരു വാഹനം വാങ്ങുവാൻ കഴിയാതെ, അല്പം വസ്തു സമ്പാദിക്കുവാൻ കഴിയാതെ, ഒന്നിനും കഴിയാത്തവരായി ഒരുപാട് ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും ഒന്നിനും കഴിയാത്തവരായി, ആഗ്രഹിക്കുന്നത് പോലെ പലയിടങ്ങളിൽ തലമുറകളെ, കുടുംബത്തെ എത്തിക്കുവാൻ കഴിയാത്തവരായി, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാൻ കഴിയാത്തവളായി. സഹോദരാ, നിന്റെ മകൾക്കായി ഇഷ്ടപ്പെട്ട വിവാഹം അത് നടത്തി കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിച്ച രാത്രികളുണ്ട് നിന്റെ ജീവിതത്തിൽ. ആ സമയത്ത് നീ ചോദിച്ചില്ലേ, ദൈവമേ, എന്തിനെങ്ങനെ എന്നെ സൃഷ്ടിച്ചു? എന്തിനാണ് നീ എനിക്കിങ്ങനെ ഒരു ജീവിതം തന്നത്? രോഗം ശരീരത്തെ ബലഹീനപ്പെടുത്തിയപ്പോൾ, മറ്റുള്ളവർ പരിഹസിക്കുവാനും കളിയാക്കുവാനും തുടങ്ങിയപ്പോൾ, പ്രതീക്ഷ നഷ്ടപ്പെട്ട നാളുകളിൽ അവരുടെ കഠിന വാക്കുകൾ, ഇനി മരണം മാത്രമേ നിന്നെ തേടി വരാനുള്ളൂ എന്ന് തിരിച്ചറിയും വിധം നീ കേട്ടപ്പോൾ ചോദിച്ചില്ലേ, കർത്താവേ, എന്തിനിങ്ങനെ ഈ രോഗത്തിൽ തന്നെ ജീവിക്കുവാൻ തക്കവിധം എന്നെ സൃഷ്ടിച്ചു? എന്തിന് നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു? മനുഷ്യരുടെ കാൽ കീഴിൽ വീഴുന്ന,
പിശാചിനാൽ പിടിക്കപ്പെട്ട മനുഷ്യരുടെ ഇഷ്ടം നിറവേറും വിധത്തിൽ അവരുടെ കാൽക്കീഴിൽ ജീവിതം തള്ളി നീക്കുവാനോ അവരുടെ മുമ്പിൽ കൈനീട്ടുവാനോ തലകുനിക്കുവാനോ ഇടവരും വിധത്തിൽ നീ എന്തിന് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു? അല്ലേ? ചോദിച്ചിട്ടില്ലേ ഒത്തിരി തവണ സ്വയം? പ്രിയപ്പെട്ടവരോട്, വേണ്ടപ്പെട്ടവരോട്, നിങ്ങളുടെ മുറിക്കകങ്ങളിൽ ആ ചോദ്യത്തിൻ്റെ അലയൊലി ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. അത് പ്രതിധ്വനിയായി നിങ്ങളുടെ കാതുകളിൽ വന്നലയ്ക്കുന്നുമുണ്ട്. വേണ്ടേ ആ ചോദ്യത്തിന് ഉത്തരം? പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ഇന്ന് കർത്താവിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചാട്ടുളി പോലെ ആ സഹോദരൻ്റെ ചോദ്യം എൻ്റെ ഹൃദയത്തിൽ ആണിറങ്ങി. ആ മുറിപ്പാട് ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് ആ സഹോദരനുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പ്രാപിക്കുവാൻ തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കിയെങ്കിൽ അതെ, നിങ്ങൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം കേൾക്കുവാൻ പോവുകയാണ്. പ്രാർത്ഥന തെല്ലുപോലും കുറയ്ക്കേണ്ട. പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് അങ്ങനോട് സംസാരിക്കണമേ. എൻ്റെ ജീവിതം മാറ്റുന്ന, എൻ്റെ അവസ്ഥകൾ മാറ്റുന്ന, ഞാൻ അനുഭവിച്ചതും കണ്ടതും കേട്ടതും അറിഞ്ഞതും എന്നെ അറിയുന്നവർ എന്നെക്കുറിച്ച് പറഞ്ഞതും മനസ്സിലാക്കിയതുമായ അവസ്ഥകൾ മാറ്റുന്ന ദൈവത്തിൻ്റെ ഉത്തരം ഇന്ന് ഞാൻ കേൾക്കണമേ. അപ്പാ, ഇന്ന് എന്നോട് സംസാരിക്കണമേ. ആ സംസാരം എൻ്റെ ജീവിതത്തെ മാറ്റണമേ. ഇങ്ങനെ കരയുവാനല്ല, ഇങ്ങനെ നിരാശപ്പെടുവാനല്ല, ഇങ്ങനെ വേദനപ്പെടുവാനല്ല നീ എന്നെ സൃഷ്ടിച്ചതെങ്കിൽ നിന്റെ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ. യേശുവിൻ നാമത്തിൽ. അത് തന്നെ. ദൈവം ഇങ്ങനെ കഷ്ടത അനുഭവിച്ച് ജീവിക്കുവാനാണോ, നരകിച്ച് ജീവിക്കുവാനാണോ നിങ്ങളെ സൃഷ്ടിച്ചത്? അല്ല എങ്കിൽ എന്തിനാണ്? അറിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ. അങ്ങനെ അല്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേൾക്കുമെങ്കിൽ അടുത്ത ചോദ്യം നമ്മൾ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, എങ്ങനെ നീ സൃഷ്ടിച്ചതുപോലെ, നീ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾക്ക് മാറുവാനായി കഴിയും? ആ ഉത്തരം നിങ്ങളെ മാറ്റും. പ്രതീക്ഷയോടെ, അതേ, തെല്ല് പോലും കുറയാത്ത പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ചോദ്യത്തിനുള്ള ഉത്തരവുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. പ്രാർത്ഥന മുറിയിൽ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദൈവം എന്തിനു വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്? വാഴുവാൻ ദൈവം സൃഷ്ടിച്ചു. വീണുപോയ, അതേ, വീഴ്ച ഭവിച്ചവരായ എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് ആകാശത്തിലെ സകലത്തെയും വാഴുവാനാണ്, സമുദ്രത്തിലെ സകലത്തെയും വാഴുവാനാണ്, ഈ ഭൂമിയിലുള്ള സകലത്തെയും വാഴുവാനാണ്. ദൗർഭാഗ്യവശാൽ ചോദ്യത്തിന് കാരണമായി തീർന്നത് നമ്മൾ എന്തിനെ വാഴണമെന്ന് സൃഷ്ടിച്ച നാളിൽ ദൈവം ആഗ്രഹിച്ച് സൃഷ്ടിച്ചുവോ ആ വാഴുവാൻ, എന്തിനെ വാഴണമെന്ന് ദൈവം ആഗ്രഹിച്ചുവോ അതൊക്കെ ഇന്ന് നമ്മെ വാണുകൊണ്ടേ ഇരിക്കുന്നു. സാഹചര്യങ്ങൾ നമ്മെ വാഴുന്നു, അവസ്ഥകൾ നമ്മെ വാഴുന്നു, മനുഷ്യർ നമ്മെ വാഴുന്നു, മനുഷ്യരിലൂടെ പിശാച് നമ്മെ വാഴുന്നു, പിശാചിന്റെ പ്രവൃത്തികൾ നമ്മെ വാഴുന്നു. അതുകൊണ്ടാണ് ചോദ്യം ഉയർന്നത്. എന്നാൽ ദൈവം അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു, ഞാൻ അങ്ങനെ പലരും വാഴുന്നവരായി, പലരുടെയും വാഴ്ചയിൽ വീഴുന്നവരായല്ല നിങ്ങളെ സൃഷ്ടിച്ചത്. അതിനെ വാഴുവാൻ, നിങ്ങളെ ഇന്ന് വീഴ്ത്തുന്ന വാഴുന്ന സകലത്തെയും വാഴുവാൻ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. സഹോദര, സഹോദരി, അത് മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ, അവൻ്റെ പ്രവൃത്തികളാകട്ടെ, സാഹചര്യങ്ങളാകട്ടെ, സകലത്തെയും വാഴുവാനായി ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. വെറുതെ സൃഷ്ടിക്കുക മാത്രമല്ല, ദൈവം അനുഗ്രഹിച്ചു, ദൈവം ബ്ലസ് ചെയ്തു. ഓ, താങ്ക് ഗോഡ്. നിങ്ങൾ അങ്ങനെ വാഴുവീൻ. സ്തോത്രം. നിങ്ങൾ അങ്ങനെ വാഴുവീൻ. പ്രിയരേ, സൃഷ്ടിക്കപ്പെട്ട നാളിൽ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വാഴ്ചയാണ്. അനുഗ്രഹിക്കുന്ന സമയത്ത് ദൈവം കൊതിക്കുന്നത് നിങ്ങളുടെ വാഴ്ചയാണ്. ആ വാഴ്ച ഉറപ്പിക്കുവാനായി ദൈവം പറഞ്ഞു, നിങ്ങൾ
പെരുകി. ഓ താങ്ക് ഗോഡ്, നിങ്ങൾ വർദ്ധിച്ച് സകലത്തിനെയും വാഴുവാൻ തക്കവണ്ണം നിങ്ങൾ വർദ്ധിക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ വർദ്ധിച്ചു വരയണം. ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങളെ വാഴുന്ന സകലത്തിനെയും വാഴണം. ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം, നിങ്ങൾ ബ്ലെസ്ഡ് ആയിരിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. സ്തോത്രം. ആഗ്രഹം കേട്ടപ്പോൾ കൊള്ളാം അല്ലേ? പക്ഷേ എന്തുകൊണ്ട് അതിന് പറ്റുന്നില്ല? ഇവിടെ മറ്റൊരു ചോദ്യം ഉയർന്നേക്കാം. ദൈവദാസനെ, സർവശക്തനായ ദൈവം കൂടെ ഉണ്ടായിരുന്നിട്ടും, ആ ദൈവത്തെക്കുറിച്ച് മറയില്ലാതെ വിശുദ്ധ വേദ പുസ്തകം വ്യക്തമാക്കിയിട്ടും, അതും മനോഹരമായി കർണരസമേറുമാറ് ഞങ്ങളോട് പറയുവാൻ നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേരുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പന്നപ്പിശാചിന്, അത് തന്നെ പിശാചിന് ഞങ്ങളെ വാഴുവാൻ കഴിയുന്നത്? ഞങ്ങൾ വാഴേണ്ട പിശാചിന്റെ പ്രവൃത്തികൾക്ക് ഞങ്ങളെ വാഴുവാൻ കഴിയുന്നത്? ഞങ്ങൾ വാഴേണ്ട സാഹചര്യങ്ങൾക്കും അവസ്ഥകൾക്കും എങ്ങനെയാണ് ഞങ്ങളെ വാഴുവാൻ കഴിയുന്നത്? ചോദ്യം പ്രസക്തമാണ്. എന്തുകൊണ്ട്? ഉത്തരം വളരെ ലളിതമായി അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. കൊരിന്ത് സഭയ്ക്ക് തൻ്റെ 2ാമത്തെ ലേഖനം എഴുതുമ്പോൾ അവിടെ വളരെ മനോഹരമായി അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. 11-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, അപ്പൊ പിശാചിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവൻ ഉപായിയാണ്, സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ. അപ്പോ സൃഷ്ടിപ്പിലെ ആ അനുഗ്രഹം അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ ചതിക്കുന്നവരാണ് സർപ്പം അഥവാ പിശാച്, പന്ന പിശാച്. ആ പിശാച് എങ്ങനെയാണ് നിങ്ങളെ ചതിക്കുന്നത്? ദൈവമുള്ള നിങ്ങളെ എങ്ങനെയാണ് ചതിക്കുന്നത്? ബൈബിളുള്ള നിങ്ങളെ എങ്ങനെയാണ് ചതിക്കുന്നത്? അതെ, ആ ബൈബിൾ മനോഹരമായി വ്യാഖ്യാനിച്ച് തരുവാൻ കഴിവുള്ള അനേകർ നിങ്ങൾക്കൊപ്പമുള്ള നിങ്ങളെ എങ്ങനെയാണ് പിശാച് ചതിക്കുന്നത്? അവൻ ഉപായത്താലാണ് ചതിക്കുന്നത്. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയണമേ, പിശാച് നിങ്ങളെ ഉപായത്താൽ ചതിക്കും. എങ്ങനെ? ഹവ്വായെ ചതിച്ചതുപോലെ. സകലത്തെയും വാഴുവാനായി ദൈവം ആദം ഹവ്വമാരെ സൃഷ്ടിച്ചു, അവരെ അനുഗ്രഹിച്ചു. എന്നാൽ പിശാച് എന്ത് ചെയ്തു? ആ അനുഗ്രഹത്തിൽ നിന്ന് അവരെ പുറത്താക്കി. ആ അനുഗ്രഹം അവരെ തോട്ടത്തിന്റെ സുരക്ഷിതത്വത്തിൽ ആക്കി. അനുഗ്രഹം ദൈവവുമായുള്ള ബന്ധമാണ് കേട്ടോ. ആമേൻ. ഒരിക്കൽ കൂടി പറയട്ടെ, ദൈവവുമായുള്ള ബന്ധം അവരെ അനുഗ്രഹം എന്ന കുടക്കീഴിലാക്കി. പിശാച് എന്ത് ചെയ്തു? ദൈവവുമായുള്ള ബന്ധത്തെ വേർപെടുത്തി അവരെ അരക്ഷിതാവസ്ഥയിലേക്ക്, ശാപമെന്ന അരക്ഷിതാവസ്ഥയിലേക്ക് അവർ പുറത്തു വന്നത്. ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങളിലെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ പുറത്തു വന്നത് ശാപഗ്രസ്തമായ ഭൂമിയിലേക്കാണ്. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ, ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ അനുഗ്രഹത്തിൽ നിന്ന് അവർ ശാപത്തിലേക്ക് കടന്നു വന്നു. അവരുടെ സുരക്ഷിതമായ വാസം അരക്ഷിതമായ വാസത്തിലേക്ക് എത്തി. അവരുടെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു. അരക്ഷിതാവസ്ഥയിൽ അവർ ആയിത്തീർന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, നാളെ എന്തായി തീരുമെന്ന് അറിയത്തില്ല. അയ്യോ, അത് തന്നെ അരക്ഷിതാവസ്ഥ, വല്ലാത്ത അവസ്ഥ. അപ്പോൾ പിശാച് എങ്ങനെയാണ് തന്ത്രത്തിലൂടെ വാഴുവാനുള്ളവനെ വീഴ്ത്തിയത്? അറിയണ്ടേ? അതെ, നിങ്ങളെ തന്നെ എങ്ങനെയാണ് പിശാച് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? പിശാച് വന്നിട്ട് ഹവ്വയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ 1-2 അധ്യായങ്ങൾ വ്യക്തമായി വായിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് വാക്യം ഞാൻ പറയത്തില്ല. പിശാച് വന്നിട്ട് ചോദിക്കുക, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്നൊരു വൃക്ഷത്തിന്റെ ഫലമുണ്ടല്ലോ, നല്ല സൂപ്പർ ഫലം, അത് തിന്നരുതെന്ന് ദൈവം നിന്നോട് പറഞ്ഞു. അപ്പോൾ ഹവ്വ ഉടനെ പറഞ്ഞു, അതെ ദൈവം അത് പറഞ്ഞു, പക്ഷെ വേറെ ഒരുപാടൊക്കെ തിന്നാൻ പറഞ്ഞു. ഉടനെ പിശാച് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ അത് തിന്നു നോക്ക്, നീ ദൈവത്തെ പോലെ ആവും. ആമേൻ. അത് ഭയങ്കര ടേസ്റ്റാണ്, അത് പ്രീഷ്യസ് ആണ്. അതുപോലൊരു സാധനം ഇല്ല എന്നല്ല പറഞ്ഞ, പിന്നെ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് ചിന്തിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. വീഴ്ചയിലേക്ക് നിങ്ങൾ പോയ ആ വഴിത്താരയിലേക്കുള്ള ഒരു സഞ്ചാരമാണ് ഇന്നത്തെ ഈ മെസ്സേജ്. ശ്രദ്ധിച്ചേ, എന്തിനാ ദൈവത്തെ പോലെ ആകാൻ വേണ്ടി ആദം ഹവ്വ ആഗ്രഹിച്ച്? അതെന്തോ വലിയ നിഷ്കളങ്കമായ ആഗ്രഹമായതുകൊണ്ടാണോ? അല്ല. ദൈവത്തെ പോലെ ഹവ്വ ആകുവാൻ ആഗ്രഹിച്ചത്, ദൈവത്തെ പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള തിരിച്ചറിവാണ് ദൈവത്തെ പോലെ ആകുവാൻ ഹവ്വയെ
ശ്രമിക്കുമാറാക്കിയത്. പിശാചിൻ്റെ വാക്ക് കേട്ട ഉടനെ എന്നാ പിന്നെ ദൈവമായി കളയാമെന്ന് ചിന്തിച്ചത്. ദൈവത്തെ പോലെ ആയാൽ ദൈവത്തിൻ്റെ ആവശ്യമില്ല. ഇന്നും പിശാച് അനേകരെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്, വാഴുവാനുള്ളവരെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ടെക്നിക്ക് ഉപയോഗിച്ചാണ്. എങ്ങനെയെന്ന് പറഞ്ഞു തരാം ചുരുക്കം വാക്കുകളിൽ. ബാക്കി നിങ്ങൾ മനസ്സിലാക്കി എടുത്തോളണം. ഈ മെസ്സേജിന് കമൻറ്റ് ചെയ്യുന്നവർ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്കും അത് അനുഗ്രഹമായിരിക്കും. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കാൻ പോവുക, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ട് പോകാൻ പോവുക. ഉടനെ പിശാച് വന്നിട്ട്, പിശാചിന് ബൈബിൾ നല്ലപോലെ അറിയാമല്ലോ. കർത്താവായ യേശുക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് വചനമാണ് പിശാച് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെക്കാളും ഒരുപക്ഷെ പിശാചിന് വചനം അറിയാം, കാര്യം അറിഞ്ഞിട്ടാവും കളിക്കാൻ ഇറങ്ങി. അപ്പോൾ നോക്കിയേ, നിങ്ങളിങ്ങനെ പള്ളിയിൽ പോകാൻ പോകുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുന്നു. അപ്പോൾ വചനം അറിയാമെന്നുള്ള പിശാച് ചില വ്യക്തികളുടെ രൂപത്തിൽ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കും, എന്തിനാ ഇപ്പോൾ ഇത്ര അത്യാവശ്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നേ? അതോ എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഉടനെ ചോദ്യം, അതെന്താ? ബൈബിൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ചോദിക്കുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടതെന്തെന്ന് ദൈവത്തിന് അറിയാം, പിന്നെ നീ പോയി കിടന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ശരിയാണല്ലോ, വചനമുണ്ട്, യേശുവാ പറഞ്ഞേ. അയ്യോ ശരിയല്ലേ? പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ദൈവത്തിന് അറിയാത്തോണ്ട് പ്രാർത്ഥിക്കാനാണോ പറഞ്ഞ? എന്നെ പറഞ്ഞാ ദൈവവുമായൊരു ബന്ധമുണ്ടാകാൻ വേണ്ടിയാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അല്ലാതെ ദൈവവുമായുള്ള ബന്ധത്തിലാണ് നിന്റെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നതും. അതുകൊണ്ട് ആ തോട്ടത്തിൽ വെയിലാറുമ്പോൾ ദൈവം ഇറങ്ങി വന്നത് അവൻ എന്ത് വേണമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ആ ബന്ധം, തോട്ടത്തിലെ ബന്ധം, തോട്ടത്തിലെ അനുഭവം നിന്റെ ജീവിതത്തിൽ നീയും ദൈവവും തമ്മിൽ ഉണ്ടാകുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുവാൻ പറയുന്നത്. അല്ലാതെ ദൈവത്തിനൊന്നും അറിഞ്ഞുകൂടാത്ത, അയ്യോ പാവം ദൈവം ഒരു ഇളപ്പിള്ള അങ്ങനെ ഇരിക്കുക, നീ പോയി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അല്ല വിടത്തില്ല. പിന്നെയും വരും പന്ന പിശാച്. ദൈവത്തിന് അങ്ങനെ വികാരങ്ങളോ ഗതിഭേദത്താലുള്ള അനാച്ഛാദനങ്ങളോ ഇല്ലല്ലോ. യാക്കോബ് അപ്പോസ്തലൻ അത് പറയുന്നുണ്ടല്ലോ 1:17 അല്ലേ? അങ്ങനെ ദൈവത്തിന് മാറാൻ പറ്റുമോ? നീ പോയി പ്രാർത്ഥിച്ച ഉടനെ ദൈവം അങ്ങനെ മാറുമോ? അങ്ങനെ മാറുന്നവനാണോ ദൈവം? അങ്ങനെ മാറുന്നവനാണെങ്കിൽ ദൈവത്തെ ദൈവമെന്ന് പറയാൻ പറ്റുമോ? ചോദ്യമുണ്ടാകും. അപ്പോൾ ശരിയാ, ദൈവം അങ്ങനെ മാറത്തില്ല, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ദൈവം ചെയ്തൊരു കാര്യം ദൈവം മാറ്റത്തില്ല. ദൈവം മാറാനോ ദൈവത്തെ കൊണ്ട് തീരുമാനങ്ങൾ മാറ്റിക്കുവാനോ അല്ല പ്രാർത്ഥിക്കുവാൻ പറയുന്നേ. നീ മാറാൻ വേണ്ടിയാ, പ്രാർത്ഥിക്കുന്നവൻ മാറുവാൻ വേണ്ടിയാ, ദൈവത്തിന് ഏറ്റവനായി പ്രാർത്ഥിക്കുന്നവൻ മാറുവാൻ വേണ്ടിയാ പ്രാർത്ഥിക്കാൻ പറയുന്നേ. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ 2 കാര്യം മനസ്സിലായല്ലോ. ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുമായി പന്ന പിശാച് നിങ്ങളുടെ അടുക്കൽ വരും. എന്തിനാ? ദൈവവുമായി നിങ്ങളെ തെറ്റിക്കുവാൻ വേണ്ടി. ഹവ്വായെ ദൈവവുമായി തെറ്റിച്ചതുപോലെ, ആദത്തെ ദൈവവുമായി തെറ്റിച്ചതുപോലെ, ആ സുരക്ഷിതത്വത്തിൽ നിന്ന് അരക്ഷിതാവസ്ഥയിലേക്ക് ദൈവവുമായി ചേർന്നുള്ള സുരക്ഷിതത്വത്തിൽ നിന്ന് പ്രിയരെ ദൈവവുമായി ചേർന്നിരിക്കുക, പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവവുമായി ചേർന്നിരിക്കുമ്പോൾ ലഭിക്കുന്ന സുരക്ഷിതത്വം ഈ ലോകത്തിൽ വേറൊരിടത്തും ലഭിക്കത്തേ ഇല്ല. താങ്ക് ഗോഡ്. അപ്പോൾ പിശാച് തന്ത്രശാലി ആയതുകൊണ്ട്, പിശാച് സൂത്രക്കാരനായതുകൊണ്ട് ഇങ്ങനെയുള്ള സൂത്രപ്പണികളുമായിട്ട് കടന്നു വരും. അങ്ങനെ കടന്നു വന്ന് ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ആദം ഹവ്വമാരെ പുറത്താക്കി. സുരക്ഷിതരായിരുന്ന, സകലത്തെയും വാഴുവാൻ തക്കവണ്ണം സൃഷ്ടിക്കപ്പെട്ടവർ സകലത്തിന് മുമ്പിൽ വീഴുവാൻ തുടങ്ങി. നോക്കിയേ, അവർ തോട്ടത്തിനകത്തു നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പുറത്തേക്ക് വെച്ച ആദ്യത്തെ കാൽ തന്നെ മുള്ളിന്റെ മുകളിലാ. ആ മുള്ളിനെ കുറിച്ച് മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്നേ വിഷമുള്ളെന്ന. വിഷമുള്ളിന്റെ പ്രത്യേകത എന്നെ കേൾക്കുന്ന പലർക്കും മനസ്സിലാകും. നാട്ടും പുറങ്ങളിലുള്ളവർക്ക് ആ മുള്ളു കൊണ്ടാൽ ദിവസങ്ങളോളം വേദനിച്ചു കൊണ്ടേയിരിക്കും, മുറിവ് ഉണങ്ങത്തില്ല, ചോര കിനിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള മുള്ളിലേക്ക് ദൈവവുമായുള്ള ബന്ധം എപ്പോൾ നഷ്ടപ്പെടുന്നുവോ നിങ്ങളുടെ ഓരോ കാൽ ചുവടുകളും വേദന നിങ്ങൾക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കും. അതേ സഹോദര സഹോദരി, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അതേ വളരെ കൊതിയോടെ ആഗ്രഹിച്ച് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നിങ്ങൾക്ക് വേദനയും മുറിപ്പാടും സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ തിരിച്ചറിയ, ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പിശാചിന്റെ തന്ത്രങ്ങളിൽ വീണുപോയി പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അരക്ഷിതാവസ്ഥ നിറഞ്ഞ ലോകത്തിലേക്ക് നിങ്ങൾ വീണുകൊണ്ടേയിരിക്കുന്നു. അവിടെ ഉത്കണ്ഠയാണ്, അവിടെ ഭ്രമമാണ്. അതേക്കുറിച്ചാ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ സർവശക്തനായ ദൈവം പറഞ്ഞു, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ കൂടെയുണ്ട്. അത് തോട്ടത്തിനകത്തുള്ള അവസ്ഥയാ. തോട്ടത്തിനകത്താണെങ്കിൽ ദൈവം കൂടെയുണ്ട്. ലോകത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടിട്ട് നാളെ കണ്ടിട്ട് ഉത്കണ്ഠപ്പെടുകയോ ഭ്രമിച്ചു നോക്കുകയോ വേണ്ട. ആരെങ്കിലും ആ വിധത്തിൽ ഭ്രമിക്കുന്ന, ഭയപ്പെടുന്ന,
ഉത്കണ്ഠപ്പെടുന്ന അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ ഓടി തോട്ടത്തിനകത്ത് കയറുക. അപ്പോൾ സംശയം ഇവിടെയും തീരുന്നില്ല. ദൈവദാസനെ, പിശാച് അങ്ങനെ തന്ത്രത്തിലൂടെ നമ്മളെ തെറ്റിച്ച് കളയുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവത്തിന് ഈ തന്ത്രവും കുതന്ത്രവും ഒന്നുമില്ല. നേരെ വാ, നേരെ പോ. സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് നേരെ വാ, നേരെ പോ, ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. ആ ലൈൻ ദൈവം മാറ്റത്തില്ല. നോക്കൂ, ദൈവം മനുഷ്യനോട് എന്താ പറയുന്നത്? എടാ കുഞ്ഞേ, ആദത്തിനോടാ പറയുന്നത്, നോക്കിയേ, ഞാൻ എല്ലാം നട്ടു വളർത്തിയിട്ടുണ്ട്, നീ ആവശ്യം പോലെ തിന്ന് സുഖമായിട്ട് ജീവിച്ചോ. പക്ഷേ തോട്ടത്തിന് നടുവിലൊരു വൃക്ഷം വച്ചിട്ടുണ്ട്, അതിൽ ഫലമുണ്ട്, നീ അത് തിന്നരുത്. ഇത്രയേ ഉള്ളൂ. തിന്നരുത്, തിന്നണം. ചെയ്യരുത്, ചെയ്യണം. അതിനകത്ത് സൂത്രപ്പണിയോ അതിനകത്ത് കുതന്ത്രങ്ങളോ ഒന്നുമില്ല. സിമ്പിളായിട്ട് വേദപുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട്. വായിച്ചു നോക്കി ജീവിക്കുക. ചെയ്യുവാനുള്ളത് ചെയ്യുക, ചെയ്യരുതാത്തത് ചെയ്യരുത്. പലർക്കും ഒരു സംശയമാണ്, ഇങ്ങനെ അരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും ദൈവദാസനെ? ഈ ദൈവം ചെയ്യരുതെന്ന് പറയുന്നത് എന്തോ വലിയ കാര്യമെന്നാ പിശാചും ലോകം നിങ്ങളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളാണ്, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളാണ്. അതുകൊണ്ട് ദൈവം നിങ്ങളെ എങ്ങനെയെങ്കിലും ശരിയാക്കി കളയാമെന്ന് പറഞ്ഞൊന്നും നടക്കത്തില്ല. ദൈവം നേരെ വാ, നേരെ പോ. ചെയ്യരുത് പ്രിയരെ, ചെയ്യരുതാത്തത് ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു മനുഷ്യായുസ് മുഴുവൻ ചെയ്താലും അനുഭവിച്ചാലും ആസ്വദിച്ചാലും തീരാത്ത അത്രയും കാര്യങ്ങൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. സന്തോഷിക്കുവാൻ അവസരങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട്, അനുഗ്രഹിക്കപ്പെടുവാനുള്ള അവസരങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിത്യതയിലേക്കുള്ള വഴിവെട്ടുവാനുള്ള അവസരങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിൽ പേര്, പെരുമ, പ്രശസ്തി, പുകഴ്ച എല്ലാം നേടുവാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കളഞ്ഞിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു വൃക്ഷമാ, ഒരേ ഒരു വൃക്ഷത്തെ നോക്കിയിട്ടാ ദൈവം പറഞ്ഞ് തിന്നരുത്. നമ്മൾ അതിൻ്റെ പിന്നാലെ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ വീണു പോകുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളിൽ വീണുപോയാൽ വീഴ്ചയായി മാറും. മനുഷ്യനും പിശാചിൻ്റെ പ്രവർത്തികളും നിങ്ങളെ വാഴുവാനായിട്ട് തുടങ്ങും. ഇപ്പോൾ തിരികെ കയറുവാൻ തയ്യാറാണോ? ആമേൻ. റെഡിയാണോ? എങ്ങനെ? അതേ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. പരിഹാരം കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? കർത്താവായ യേശു ക്രിസ്തുവിനൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങുവാൻ നിങ്ങൾ തയ്യാറാണോ? അരുതുകളായി തന്നെ കണ്ട് ഈ ലോകത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ട സന്തോഷം, ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സന്തോഷങ്ങൾ അനുഭവിച്ച് ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ പരിഹാരം കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അതെ, നിന്നെ വാഴുന്ന പിശാചിനെ വീഴ്ത്തുവാൻ, നിന്റെ കാൽച്ചുവട്ടിൽ വീഴ്ത്തി തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഇനി ആ കടമെന്ന, സ്തോത്രം, തൊഴിലില്ലായ്മയെന്ന, ദാരിദ്ര്യമെന്ന ആ പിശാചിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വാഴത്തില്ല. പ്രാർത്ഥിക്കുക സഹോദര. കർത്താവായ യേശു ക്രിസ്തുവിന് നിന്റെ ജീവിതം കൊടുക്ക്. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സ്തോത്രം. ആ കടം, നിന്നെ വാഴുന്ന കടം, ആമേൻ, നിന്നെ തലകുനിപ്പിച്ച, പലരുടെ മുമ്പിൽ വാ തുറക്കുവാൻ കഴിയാതാക്കിയ ആ കടത്തെ നീ വാഴുവാൻ പോകുക. കടത്തിന് കാരണമായ പിശാചിന്റെ പ്രവൃത്തികളെ കർത്താവായ യേശു ക്രിസ്തു നിന്റെ കാൽ കീഴിലാക്കി തരിക. യേശുവിൻ നാമത്തിൽ ആ ശത്രുവിന്റെ തല തകർക്കപ്പെടുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ കടഭാരത്തിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക. അതിന് തക്കവണ്ണം വഴി തുറക്കപ്പെടുക. തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന സഹോദര, യേശുവിൻ നാമത്തിൽ സഹോദരി, ജോലിക്കായി കടന്നുപോയ സ്ഥാനത്ത് നല്ലൊരു ജോലി കിട്ടാതെ വളരെ ഭാരത്തോടെ ആയിരിക്കുന്ന നിന്നോട് തന്നെ വഴി തുറക്കപ്പെടുക. നീ പ്രതീക്ഷയോടെ നോക്കുന്ന ആ സ്ഥാനത്ത് നീ പ്രതീക്ഷിച്ചതിലും അപ്പുറമായുള്ള വഴികളെ തുറന്ന് കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുക. പ്രാർത്ഥിക്ക്. നിന്റെ ജീവിതം കർത്താവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്ക്. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അപ്പാ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നിവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിച്ചാട്ടെ. ആ കടമെന്ന, ആ ബാധ്യതയെന്ന, ദാരിദ്ര്യമെന്ന ആ പന്ന പിശാചിനെ വാഴുവാൻ തക്കവണ്ണം, ഓ താങ്ക് ഗോഡ്, ഇവരങ്ങ് ശക്തരാക്കി മാറ്റുന്ന കൃപയ്ക്കായി, ആ ശത്രുവിനെ ഇവരുടെ കാൽ കീഴിൽ അങ്ങ് തകർത്ത് കളയുന്ന കൃപയ്ക്കായി സഹോദരി പ്രാർത്ഥിക്ക്. നിന്റെ കുടുംബത്തെ തകർത്ത് നിന്റെ ഭർത്താവിനെ നിന്റേതല്ലാതാക്കി തീർത്ത് പല നിലകളിൽ അവന് മേൽ അവകാശം പറഞ്ഞ് അവനെ നിന്നിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്ന ആ പന്ന പിശാചിനെ, ആ പിശാചിന്റെ പ്രവർത്തികളെ, ഓ
യെസ്, യേശുവിൻ നാമത്തിൽ നിന്റെ കാൽ കീഴിൽ എൻ്റെ കർത്താവ് തകർക്കുക. നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ ചേർത്തു വച്ചവൻ, ഓ താങ്ക് ഗോഡ്, ഒരുമിച്ച് ജീവിക്കുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിച്ചതാ. നിങ്ങളെ ചേർത്ത് വെച്ചത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടിയാ, രണ്ട് സ്ഥലത്ത് ജീവിക്കുവാനല്ല, എന്നോ എപ്പോഴെങ്കിലുമോ കാണുവാൻ വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടി ഒരുമിച്ചിരിക്കുവാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കുവാൻ. യെസ്, ചിലർ പറഞ്ഞായിരിക്കുന്നത് അങ്ങനെയാ, മക്കൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കാം. അല്ല അല്ല അല്ല, അത് മാറ്റുകളയും, ആ തീരുമാനം മാറ്റുകളയും. യെസ്, യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുവാൻ പോകുക, നിങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കുവാൻ പോകുക, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാൻ പോകുക. ആ കുടുംബ കോടതിയിൽ നിന്ന് ആ കേസ് ദൈവത്തിന്റെ കോടതിയിലേക്ക് മാറ്റപ്പെടുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതിന് കാരണമായി തീർന്ന സംശയം എന്ന പിശാചിനെ എൻ്റെ കർത്താവ് തകർക്കുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ നിന്റെ ജീവിതം സഹോദരി യേശുവിന് വിട്ടുകൊടുക്കുക. ആ പിശാചിന്റെ തലയെ അവൻ തകർക്കും. ആ സംശയമെന്ന, ആ ദുർമാർഗമെന്ന, ആ ദൈവഹിതമല്ലാത്ത പ്രവൃത്തിയെന്ന, യെസ് യേശുവിൻ നാമത്തിൽ ആ കൂട്ടുകെട്ടെന്ന, മദ്യമെന്ന, ഓ യേശുവിൻ നാമത്തിൽ ആ പിശാച് നിന്റെ കാൽ ചുവട്ടിൽ തകർക്കപ്പെടുക. അത് മുഖാന്തരം നീ അനുഭവിക്കുന്ന നിന്ന് പലരുടെ മുമ്പിൽ തലകുനിച്ചായിരിക്കുന്ന അവസ്ഥ, യെസ് യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോകുക. ഓ താങ്ക് ഗോഡ്. പിതാവേ, ആ പരാജയപ്പെടുത്തുന്ന നിന്റെ തലമുറകളെ പരാജയപ്പെടുത്തി ഒന്നിനും കൊള്ളാത്തവരാക്കി തീർക്കുന്ന പരീക്ഷകളിൽ അവർ വിജയിച്ചു, എന്നാൽ ആ തൊഴിലിടങ്ങളിൽ അവരുടെ കഴിവ് തെളിയിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കയറിപ്പോയതുപോലെ തിരികെ വന്നായിരിക്കുന്നു. മത്സര പരീക്ഷകളിൽ ജയിക്കുവാൻ കഴിയുന്നില്ല, പല രാജ്യങ്ങളിലും കടന്നുപോയിട്ടും അവർക്ക് പെർഫോം ചെയ്യുവാൻ കഴിയുന്നില്ല. അതേ ബാധിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു. അവരെ പിടിച്ചടക്കിയിരിക്കുന്ന, നിന്നെ പോലെ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും നിന്റെ തലമുറകളെ തളച്ചിടുമെന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന ആ ശത്രുവിനെ, ഓ സ്തോത്രം, എന്റെ കർത്താവ്, ആ പന്ന പിശാചിനെ എന്റെ കർത്താവ് നിന്റെ കാൽ കീഴിലാക്കി തരുവേ. ഓ താങ്ക് ഗോഡ്. യേശുവിനെ നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. തന്ത്രങ്ങളിലൂടെ, പ്രവർത്തികളിലൂടെ, പിശാച് തന്ത്രങ്ങളിലൂടെ, അവന്റെ പ്രവർത്തികളിലൂടെ, ആ വിചാര, ഓ ദുർമന്ത്രവാദ ശുദ്ര പ്രയോഗങ്ങളിലൂടെ തകർത്തുകൊണ്ടിരിക്കുന്ന നിന്റെ തലമുറകളുടെ ജീവിതത്തെ എന്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. യെസ്, നീ സൗഖ്യമാകുക. പ്രാർത്ഥിക്കുക സഹോദര, സഹോദരി, ആ രോഗത്തിന്റെ ബന്ധനം അഴിഞ്ഞു മാറി. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ വിവാഹം നടക്കുക, ആ തടസ്സം മാറുക. വിവാഹം മുടക്കുന്ന ശത്രു, ദേശത്തിൽ ചിലരുടെ നാവുകളിലൂടെ വിവാഹം മുടക്കുന്ന ശത്രു, ചിലർ വായടക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. ഓ സ്തോത്രം. ആ വാഗ്ദത്തം സ്വന്തം ഭവനമെന്ന സ്തോത്രം. ഓ അമേൻ അമേൻ അമേൻ. ഇനി വാടക വീട്ടിൽ നിന്ന് വാരിക്കെട്ടി ഇറങ്ങുന്ന അവസ്ഥ മാറുക, ഇനി സ്വന്തം ഭവനത്തിലേക്ക്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പലയിടങ്ങളിൽ നിന്ന് സഹിച്ച് സ്വന്തമായൊരു ഭവനമില്ലാത്തത് കൊണ്ട് നീ ആ ഭവനത്തിലേക്ക്, ഓ താങ്ക് ഗോഡ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. സ്തോത്രം. വാടക വീടുകളിൽ കിടക്കുന്ന ഒരു ജീവിതമല്ല, സ്വന്തം ഭവനത്തിൽ വസ്തു വാങ്ങുക, വാഹനം വാങ്ങുക. ഓ യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ മുൻപോട്ടുള്ള ജീവിതം, ഉദരഫലമില്ലാതെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കാത്തിരിക്കുന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓ ഉദരത്തിൽ കരവെച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ. ഓ സ്തോത്രം. ഉദരത്തെ കിട്ടിയ ശത്രുവിനെ കർത്താവിന്റെ കാൽ കീഴിൽ തകർക്കുക. ആ പന്ന പിശാചും അവന്റെ പ്രവർത്തികളും തകർന്നു മാറുക. ഓ താങ്ക് ഗോഡ്. ശുശ്രൂഷക പ്രാർത്ഥിക്കുക. പിശാചിന്റെ പദ്ധതികൾ തകർക്കപ്പെടുക. സ്തോത്രം. നിന്നിലൂടെ കർത്താവിന്റെ നാമം ഉയരരുതെന്ന് പറഞ്ഞ് നിന്നെ കെട്ടിബന്ധിച്ച അനുഭവങ്ങൾ, വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടും, വീട്ടിനകത്ത് കലഹമിട്ട്, മക്കളെ തെറ്റിച്ച് നിന്റെ ശുശ്രൂഷയെ തകർത്ത വെല്ലുവിളി, സഹോദരി പ്രാർത്ഥിക്ക്. നീ ദേശത്തിന് വിളക്കായി തെളിഞ്ഞ് കത്തരുതെന്ന് പറഞ്ഞ് വാദിച്ചു വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ തകർക്കപ്പെടുക. കർത്താവിന് നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. നിന്റെ ആത്മീയ ജീവിതം പണിയപ്പെടുക. സൂത്രശാലിയായ കുറുക്കന്മാരായ ആ പന്ന പിശാചുക്കളുടെ അടുക്കൽ നിന്ന് നീ പുറത്തു വരിക. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീഴ്ച അനുഭവിച്ചു മടുത്ത ഇവർ വാഴുവാൻ തുടങ്ങട്ടെ. മനുഷ്യരെയും പിശാചിനെയും സാഹചര്യങ്ങൾ ഇവർ വാഴുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. ഞങ്ങളുടെ കോൺടാക്റ്റുകൾ കൈമാറുക. ബാധിക്കപ്പെട്ടവരെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തി വിടിവിക്കപ്പെട്ടവരാക്കി മാറ്റുക. എല്ലാ വെള്ളിയാഴ്ചയും പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും 11 മണി മുതൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ലിങ്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ കഴിയും, അല്ലെങ്കിൽ നേരിട്ട് കടന്നു വരുവാൻ കഴിയും. സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. എല്ലാ ഞായറാഴ്ചയും 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നുവെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകുന്നില്ല
പോകുന്നില്ല എങ്കിൽ മാത്രം പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.